അതായത് ആക്സിഡന്റ് ഒരു 20-25 മിനിറ്റ് മുമ്പാകണം. റെഡി. ഇനി ഞാനൊന്ന് നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും അർദ്ധമായ സ്വാഗതം. ബാലഭാസ്കർ, ലക്ഷ്മി. ഞാൻ ഇതിനകത്ത് ഈ വീഡിയോക്കകത്ത് 2 വോയിസുകൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഒന്ന് ലക്ഷ്മിയുടെ വോയിസ്, രണ്ടാമത്തേത് ലക്ഷ്മിയുടെ കൂട്ടുകാരിയുടെ ഒരു വോയിസ്. ആദ്യം ലക്ഷ്മിയുടെ വോയിസ് കേട്ടത് ഒരു 5 കൊല്ലം മുമ്പുള്ള വോയിസാണ് ലക്ഷ്മിയുടെ. നമുക്ക് എല്ലാവർക്കും അറിയാം ലക്ഷ്മി പ്രതികരിച്ചിട്ടില്ല നമുക്ക് ഇതുവരെ കിട്ടും ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ലക്ഷ്മി പ്രതികരിച്ചിട്ടുണ്ട്. ഒരു 5 കൊല്ലം മുമ്പ് എനിക്ക് ന്യൂസ് 18 ലക്ഷ്മി ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതിൽ ഞാൻ ഞെട്ടിപ്പോയത് ആ പ്രതികരണം കേട്ടുകൊണ്ടല്ല, ഞാൻ ഞെട്ടിപ്പോയത് അതിനകത്ത് ലക്ഷ്മി പറയുന്നത് ഈ പറയുന്ന തമ്പി, ഈ പ്രകാശൻ തമ്പി എന്ന് പറയുന്ന ആള് എന്റെ വെൽഫിഷർ ആയിരുന്നു എന്നുള്ള രീതിയിലാണ് ലക്ഷ്മി പറയുന്നത്. അതായത് പ്രകാശൻ തമ്പിയെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് അവരും അവരുടെ ഫാമിലിയും, ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും ഞാൻ വീട്ടിൽ കിടന്നപ്പോൾ എന്റെ A to Z കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഈ തമ്പിയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഞെട്ടിക്കുന്ന ഒരു വോയിസ് ആണ് ഈ പറയുന്ന ഫസ്റ്റ് ഹാഫിൽ ആദ്യം ഞാൻ പ്ലേ ചെയ്യുന്ന വോയിസിലുള്ള. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവാം എന്തുകൊണ്ടാണ് ഈ പ്രകാശൻ തമ്പി ഫോൺ വാങ്ങിച്ചുകൊണ്ട് പോയപ്പോഴും, അല്ലെങ്കിൽ ഫോൺ വാങ്ങിച്ചുകൊണ്ട് പോയ പ്രകാശൻ തമ്പി ഇതിന്റെയിട്ടില്ല, ഫോൺ തിരിച്ചു കൊടുത്തിട്ടില്ല. അത് നിങ്ങൾ അറിയാവുന്ന മറ്റൊരു കേസ്. ഈ പിന്നീട് എന്താണ് ലക്ഷ്മി പറയുന്നുണ്ട്, പ്രകാശൻ തമ്പി ഫോൺ എന്റെ കുറച്ചു ദിവസം ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, ഫ്രണ്ടല്ലേ ഇരിക്കട്ടെ, എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, ഫോൺ പ്രകാശൻ ഈ തമ്പിയിൽ കൊടുത്തു വിട്ടു. എന്നിട്ട് തിരിച്ചു വാങ്ങിച്ചു. തമ്പി തിരിച്ചു കൊടുത്തിട്ടില്ല. ഈ ഫോണും കൊണ്ട് എന്ത് ചെയ്തു, തമ്പി കൊണ്ടുപോയി. പിന്നെ ഈ ഫോണ് കണ്ടെടുക്കുന്നത് 3-4 മാസം കഴിഞ്ഞ് ഈ പറയുന്ന തമ്പീനെ അടുത്ത സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് നടത്തുമ്പോഴാണ് ഈ പ്രകാശൻ തമ്പിയുടെ വീട്ടിൽ നിന്ന് 3 ഫോണുകൾ കണ്ടെടുക്കുന്നത്. അതിൽ ഒന്നായിരുന്നു ഏത്, ഈ പറയുന്ന ഈ ലക്ഷ്മിയുടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയ ആരുടെ, നമ്മുടെ ബാലഭാസ്കറിന്റെ ഫോണാണെന്ന് തിരിച്ചറിയുന്നത്. അപ്പൊ അതിലൊക്കെ ഭയങ്കര ദുരൂഹതയുണ്ട്. മനസ്സിലായോ? സ്വന്തം ഭർത്താവിന്റെ ഫോൺ സ്വന്തം കൂട്ടുകാരനെ കൊടുത്തിട്ട് തിരിച്ചേ വാങ്ങിച്ചില്ല എന്ന് പറയാം. 2-3 ദിവസം കഴിഞ്ഞില്ല, മാസങ്ങളോളം തിരിച്ചു വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ തിരിച്ചു കൊടുത്തിട്ടില്ല. അത് ഞാൻ മനസ്സിലാലോചിക്കുന്നു. അപ്പൊ എനിക്ക് പെട്ടെന്ന് പോയ ഒരു സംഭവം എന്ന് വെച്ചാൽ, അപ്പൊ ഈ അന്വേഷിക്കാൻ വേണ്ടി വന്നല്ലോ, CBI ഉൾപ്പെടെ 2-3 പ്രാവശ്യം അന്വേഷിച്ചില്ല. അവരാരും ഈ ഫോൺ തിരക്കിയില്ല എന്നുള്ളതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടല്ല ഈ ഫോൺ വീണ്ടെടുക്കുന്നത്. പിന്നെ 3-4 മാസം കഴിഞ്ഞ് അടുത്ത ഒരു കേസുമായി ബന്ധപ്പെട്ട് അവൻ ഉള്ളിലായപ്പോഴും അതിന്റെ പരിശോധനയുമായി ബന്ധപ്പെട്ടാണ് ഈ ഫോൺ തന്നെ തിരിച്ചെടുക്കുന്നത്. എന്തൊക്കെയാണല്ലേ? ആദ്യം നിങ്ങൾ ആ ഒരു വോയിസ് ലക്ഷ്മി ന്യൂസ് 18 കൊടുത്തൊരു വോയിസ് ഒന്ന് കേട്ടു നോക്കും. വിവാദങ്ങളോട് പ്രതികരിച്ച ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി ആരോപണങ്ങളിലെ സത്യാവസ്ഥ പുറത്തു വരണമെന്ന് ലക്ഷ്മി ന്യൂസ് 18 പറഞ്ഞു. നിലയ്ക്ക് തന്നെയാണ് ഇവര് വളരെ നല്ല രീതിയിലുണ്ട്. ഞങ്ങള് ഹോസ്പിറ്റലിൽ ബോധമില്ലാതെ കിടക്കുന്ന സമയം മുതൽ ഇവരവിടെ ആക്റ്റീവ് ആയിരുന്നു എന്ന് തന്നെയാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ എന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നപ്പോഴും ഇവൻ മെഡിസിൻസ് ഒക്കെ എന്തെങ്കിലും കഴിഞ്ഞു എല്ലാം ഒരു വെൽവിഷേഴ്സ് ആയിട്ട് അവരുടെ ഫാമിലിയും അതെ, ഇൻക്ലൂഡിങ് ഫാമിലി, അവര് ഒരാളെ മാത്രമല്ല അവർ ഫാമിലി ആയിട്ട് തന്നെ അത്രയും നല്ല വെൽവിഷേഴ്സ് ആയിട്ട് തന്നെയാണ് നമ്മുടെ മുന്നിൽ നിന്ന് തോന്നുന്നത്. അല്ലാതെ അങ്ങനെ ഒരു മോശമായിട്ട് ഇമ്പാക്ട് തോന്നുന്ന രീതിയിൽ നിന്നിട്ടില്ല. അങ്ങനെയുള്ളവരെ നമ്മൾ നിർത്തില്ലല്ലോ. പുറകിലുണ്ടായിരുന്നതാണ് ബാലു. എന്നോട് പറഞ്ഞു, പുറകിലെ കയറുമ്പോ എന്നോട് ചോദിക്കുകയും ചെയ്തു, നിനക്ക് എന്തെങ്കിലും കുടിക്കാൻ ആവശ്യമുണ്ടോ? അവര് ചായയോ എന്തോ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് സൈഡില്. എന്നോട് ചോദിച്ചതിന് ശേഷമാണ് അദ്ദേഹം പുറകിലേക്ക് കയറുന്നത്. ഒബ്വിയസ്ലി മോനെ നഷ്ടപ്പെട്ട ഒരാളാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം ഡെസ്പാവാതിരിക്കില്ലല്ലോ. പിന്നെ അദ്ദേഹത്തിന്റെ സംശയങ്ങൾ, ഇപ്പം കേസ് CBIയുടെ അല്ല, സംശയങ്ങളൊക്കെ അവര് തെളിയിക്കട്ടെ. അവര് നല്ല രീതിയിൽ തന്നെ കേസ് നമ്മള് എന്താ പറയാ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് അന്വേഷിക്കും നമുക്ക് ഉറപ്പുണ്ടല്ലോ CBI. അത് തന്നെയാണ് എന്റെയും വിശ്വാസം. ഈ വോയിസിനകത്ത് എന്താ പറയുന്നത്, ഈ വോയിസിന് വളരെ വ്യക്തമായിട്ട് പറയുന്നത് വളരെ വെൽഫിഷർ ആയിരുന്നു, നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അത്രയും ഫാമിലി ആയിട്ട് അടുപ്പുള്ള ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ പോലെയാണ് എന്താ പറയുന്നത് 5 കൊല്ലം മുമ്പ് ഈ ലക്ഷ്മി ആരെക്കുറിച്ച് ഈ പറയുന്ന തമ്പിയെ കുറിച്ച് പറയുന്നത്. അതേ അഭിപ്രായം തന്നെയാണ് ലക്ഷ്മിക്ക് ഇപ്പോഴും ഉള്ളത് എന്ന് മറ്റുള്ള കേസ്. അപ്പൊ മറ്റൊരു കാര്യം, ഇനി അടുത്തൊരു വോയിസ് ഞാൻ പ്ലേ ചെയ്യുന്ന അതും 1-2 കൊല്ലം മുമ്പുള്ള ഒരു വോയിസ് തന്നെയാണ്. അത് നമ്മുടെ ഇസ്മി കൈറ്റ്സ് അല്ലേ, നമ്മുടെ കൈസിന്റെ ചാനലിൽ ഈ ലക്ഷ്മിയുടെ ഈ പറയുന്ന ഒരു കൂട്ടുകാരി വന്നിട്ട് ലക്ഷ്മി പറഞ്ഞ അനുഭവങ്ങൾ, ലക്ഷ്മി ഈ പറയുന്ന അപകടവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പറഞ്ഞത്, എങ്ങനെയൊക്കെയാണ് ഈ അപകടം സംഭവിച്ചത്, അപ്പോൾ ലക്ഷ്മി എന്തൊക്കെയാണ് ചെയ്തിരുന്നത്, അപകടത്തിന് ശേഷം എന്തൊക്കെ സംഭവിച്ചു, എന്റെ പിന്നീട് ഒരു വേളയിൽ ബാലഭാസ്കറിനെ കൊന്നത് തന്നെയാണോ എന്ന് ലക്ഷ്മി സംശയിച്ചു എന്നൊക്കെയാണ് ഈ ഒരു വോയിസ് കേൾക്കുന്നത്. ആ വോയിസ് ഒത്തിരി നീളമുള്ള വോയിസ് ഉണ്ട്, അതും കൂടി നിങ്ങൾ കംപ്ലീറ്റ് കണ്ടു നോക്ക്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ 2 പേരും കൊച്ചിലായിരുന്നു കോൺസെൻട്രേറ്റ്, മനസ്സിലായി, എപ്പോഴും ഫുൾ ടൈം. പിന്നെ ബാലുവിന്റെ ആക്ച്വലി പ്രോഗ്രാം ഉണ്ട്, അതൊക്കെ പറയാറുണ്ട് ലക്ഷ്മി. എല്ലാ കാര്യങ്ങളും അങ്ങനെ പറയാം. ബാലുവിന്റെ ഇപ്പൊ നമ്മളോട് ആണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും എനിക്ക് അന്ന് പ്രോഗ്രാം ഉണ്ട് അങ്ങനെ പറയുന്ന ആളാ, മനസ്സിലായി. അത് ഭയങ്കര അങ്ങനെ ഹൈഡിങ് നേച്ചർ ഒന്നുമല്ല, അങ്ങനത്തെ ആളൊന്നുമല്ല. ഇപ്പം ഒരാളെ കണ്ടു അല്ലെ എന്തെങ്കിലും കാര്യം ചിലതൊക്കെ പറയാൻ വിട്ടുപോകും, മനസ്സിലായോ?
വിട്ടുപോകുന്ന ഒരു പരിപാടിയുണ്ട്. അത് ഇവർക്ക് രണ്ടുപേരും ഇവർ ഭയങ്കര കോൺസെൻട്രേറ്റഡ് മ്യൂസിക് ആണ് കേട്ടോ. ഭയങ്കര ശരിക്കും കലാകാരന്മാരാണ്. ബാലുവണ്ണാണേലും ഇപ്പം നമ്മളെല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബാലുവണ്ണന്റെ പ്രാക്ടീസ് ടൈമാണെങ്കിൽ അപ്പൊ പുള്ളി എണീറ്റ് പോയിരിക്കും പ്രാക്ടീസിന്. അങ്ങനെ ഒരു ഭക്ത അങ്ങനെയാണ് ബാലുവണ്ണന്റെ ഒരു എല്ലാ കാര്യങ്ങളും. പുള്ളിക്ക് അതാണ് മെയിൻ. അങ്ങനെ പക്ഷെ ലക്ഷ്മി ചേച്ചി എനിക്ക് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ ആക്സിഡന്റ് നടക്കുന്ന സമയത്തും കറക്റ്റായിട്ട് പുള്ളിക്കാരിക്ക് ഓർമ്മയുണ്ട്. ഇവര് ജ്യൂസ് കുടിച്ച സമയത്ത് ലക്ഷ്മി ചേച്ചിക്ക് ഭയങ്കരമായിട്ട് തല ചുറ്റും ബാക്കി ഇരുന്നാല്. അതുകൊണ്ട് ആ ഫ്രണ്ട് ഇരിക്കും. എന്നാലല്ല പുള്ളിക്കാരിക്ക് ഡെലിവറി കഴിഞ്ഞ ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് വയറുവേദന ഉണ്ട്. അതിന്റെ കൂടെ പുള്ളിക്കാരിക്ക് ആ ടൈമില് പിന്നെ പുള്ളിക്കാരിക്ക് സുഖം ഇല്ലാതിരിക്കുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും ഫ്രണ്ടിൽ ഇരുന്നത് ലക്ഷ്മി ചേച്ചി കുഞ്ഞിനെയും കൊണ്ട്. അപ്പം കൊല്ലം എത്തിയപ്പം ഇവർ രണ്ടുകൂടെ ഇറങ്ങി. അതായത് പിന്നെ അർജുന ഡ്രൈവറും ബാലുവണ്ണും ഇറങ്ങി ജ്യൂസ് കുടിച്ചിട്ട് തിരിച്ചു കയറുന്ന ലക്ഷ്മി ചേച്ചി കഴിഞ്ഞോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു നീ ഉണ്ട്, നിനക്ക് വേണം എന്തെങ്കിലും വേണോ? എനിക്ക് വേണ്ട ബാലു, എന്റെ ഉറക്കം പോകും, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ ലക്ഷ്മി ചേച്ചിയോട് പറഞ്ഞു 20 മിനിറ്റ് ആയിക്കോ അത്രയും കാണുന്നു ലക്ഷ്മി ചേച്ചി. അതായത് ആക്സിഡന്റ് ഒരു 20-25 മിനിറ്റ് മുമ്പ് ആകണം. ലക്ഷ്മി ചേച്ചി റെഡി, ഇനി ഞാനൊന്ന് മയങ്ങട്ടെ എന്ന് പറഞ്ഞ് അവിടെ കിടന്നത്. മനസ്സിലായി, ബാക്കി കിടന്നതാ. അപ്പൊ ശരിക്കും ഉറക്കത്തിലായിരുന്നു പുള്ളിക്കാരി ആക്സിഡന്റ് നടക്കുമ്പോ? അല്ല ബാലുവണ്ണൻ, അല്ല ലക്ഷ്മി ചേച്ചി അല്ല, ബാലുവണ്ണൻ അത് ഇനി ഞാനൊന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ലക്ഷ്മി ചേച്ചിക്ക് നല്ല ഓർമ്മയുണ്ട്. വണ്ടി പാളിപ്പോന്നു. ലക്ഷ്മി ചേച്ചിയാ വിളിക്കുന്ന കേട്ടോ. കിടന്ന് ബഹളം വെക്കുന്ന വണ്ടിയെ കിടന്നു. മനസ്സിലായി, വണ്ടി പാളിപ്പോന്നു. പാളിപ്പോയി ഇടിക്കുന്നവരെ ലക്ഷ്മി ചേച്ചിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഒന്നും ഓർമ്മയില്ല പുള്ളിക്കാരി, കാരണം അപ്പോഴേ ബോധം പോയി. അപ്പൊ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സംസാരങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല അവരുടെ ഇടയിൽ? ഒരിക്കലും ഇല്ല. ഇപ്പൊ എന്താ വെച്ചാണെങ്കിൽ പബ്ലിക്കിൽ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാണെങ്കിൽ ലക്ഷ്മി ചേച്ചിനെ ലക്ഷ്മിനെ പിടിച്ച് ചോദ്യം ചെയ്താണെങ്കിൽ അവള് കള്ളിയാണ്, പുറത്തു വരും എന്നുള്ള ലെവലിൽ സംസാരം ഉണ്ട്. ഒന്നുമല്ല. ഞാനിപ്പം 1 മാസം മുമ്പേ ലക്ഷ്മി ചേച്ചിയെ കാണാൻ പോയായിരുന്നു. എന്ന് വെച്ചാലേ ഞാൻ എങ്ങനെ കാഴ്ചയോട് പറയാം, ലക്ഷ്മി ചേച്ചിയുടെ സ്വഭാവം, ലക്ഷ്മി ചേച്ചി ഒരു സ്റ്റാൻഡേർഡ് ലേഡിയാ. മനസ്സിലായോ? ഒരു എല്ലാ രീതിയിലും ഇപ്പം പണ്ട് മുതലേ ബാലുവണ്ണം വീട്ടിൽ ഇല്ലെങ്കിൽ ആ വീട്ടിലോട്ട് പിന്നെ ആരും ചെല്ലണ്ട. മനസ്സിലായോ? ആരെയും പുള്ളിക്കാരെ ഗേറ്റും അടിച്ചാൽ ഇതും അടിച്ചതിനകത്തിരിക്കും. മീൻസ് അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ അമ്മയെ അടുത്ത് പോയി നിൽക്കും. ബാലുവണ്ണൻ ഇല്ലാതെ ലക്ഷ്മി ചേച്ചി അങ്ങനെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല, പുറത്തോട്ട് അങ്ങനെ പോലും ഇല്ല. പുള്ളിക്കാരിയുടെ കാര്യം നോക്കി ഞാൻ വരുക. പുള്ളിക്കാരി അങ്ങനെ ഒരു ലേഡിയാ. മനസ്സിലായി? അല്ലാതെ പെട്ടെന്ന് മീൻസ് എന്താ പറഞ്ഞ ഒരു അതുപോലെ തന്നെ ഭയങ്കര ബാലുവണ്ണനാണെങ്കിലും അത്രയും ആളിലാ പുള്ളിക്കാരി വെച്ചിരുന്നത്. മനസ്സിലായി? പുള്ളിക്കാരുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പേഴ്സൺ ആയിട്ടാ. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ ഭയങ്കര റൊമാൻസ് അങ്ങനൊന്നും അല്ല കൈസ്. എന്ന് വെച്ചാൽ ലക്ഷ്മി ചില കൈ ഒന്നും മുറിഞ്ഞാൽ ചോദിക്കും എനിക്ക്. നമ്മൾ അങ്ങനെ നോർമലി പക്ഷെ ബാലുവണ്ണൻ അങ്ങനെ ഇവിടുത്തെ നിനക്ക് വേനുണ്ടോ, ലക്ഷ്മണി വേനുണ്ടോടി ഉണ്ടോ, അങ്ങനെ പുള്ളിക്കാരി അത്രയും പാമ്പർ ചെയ്തു ബാലുവണ്ണൻ വെച്ചിരുന്നേ. മനസ്സിലായി? എന്ത് ആവശ്യമുണ്ടോ പുള്ളിക്കാരുടെ ആവശ്യങ്ങൾ ബാലുവണ്ണൻ അത്രയും അതായിരുന്നു. മീൻസ് അത്രയും ആ പുള്ളിക്കാരിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. മനസ്സിലായി? ലക്ഷ്മി ചേച്ചി. അപ്പൊ ലക്ഷ്മി ചേച്ചി വാസ് ലിവിങ് ലൈക്ക് എ ക്വീൻ പോലെ. ഞാൻ എപ്പോഴും പറയും, ഒരു രാജ്ഞിയായിട്ട് ജീവിച്ച ഒരാൾ ഒറ്റ ദിവസം ഒരു വീഴ്ച വീണ എങ്ങനെ ഇരിക്കും, താഴോട്ട് ഒന്നുമില്ലാത്തവളായിപ്പോയ. അതാണ് ലക്ഷ്മി ചേച്ചിയുടെ അവസ്ഥ ശരിക്കും പറഞ്ഞ. പിന്നെന്താ വെച്ചാണെങ്കിൽ ഇപ്പൊ എന്താ വെച്ചാൽ പുള്ളിക്കാരി രംഗത്ത് വരുന്നില്ല എന്നുള്ള ലെവലിലാണല്ലോ ടോക്കുകൾ വരുന്നത്. പുള്ളിക്കാരിക്ക് ആ ഒരു കോൺഫിഡൻസ്, ഒരു ധൈര്യമില്ല ഗൈസേ ആൾക്കാരുടെ അടുത്ത് വരാനും സംസാരിക്കണം. എങ്ങനെയാണെങ്കിൽ ഇതുവരെ തിരുവനന്തപുരത്ത് ലുലു മോൾ വന്നിട്ട് 3 വർഷത്തോളം പുള്ളിക്കാരി പോയിട്ടില്ല. ഇതുവരെ കടയിൽ ഒരിടത്തും പോയിട്ടില്ല. അപ്പൊ ഈ നീതി കിട്ടണം എന്നുള്ളൊരു ചിന്തല്ലേ കുട്ടിക്കാണെങ്കിലും ഈ പറഞ്ഞ ഭർത്താവിനാണെങ്കിലും കൊന്ന ആൾക്കാര് രംഗത്ത് വരണം എന്നുള്ളൊരു ചിന്ത. പുള്ളിക്കാരി സ്ട്രേറ്റ് ഇപ്പം എന്നോട് ആയിട്ട് പറയുന്നത്, ഞാൻ ഇത് ആദ്യം മുതൽ, അതായത് ഞാൻ പറ്റേ ഇതിന് ആദ്യം മുതൽ ലക്ഷ്മി ചേച്ചിയോട് ആക്സിഡന്റ് കഴിഞ്ഞ് ഒക്ടോബറിലല്ലേ, ജനുവരിയിലെ, ഞാൻ ഡിസംബർ ലാസ്റ്റ് ലക്ഷ്മി ചേച്ചി ആദ്യമായിട്ട് കാണുന്നത്. കാരണം ഞങ്ങൾ ചെന്നൈയിലായിരുന്നു ആ സമയത്ത്. കാരണം അർജുൻ മൊഴി മാറ്റി പറഞ്ഞു, എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഇവൻ എല്ലാവരോടും പറയും, അവനാ ഓടിച്ചത്. നമ്മൾ ലക്ഷ്മി ചേച്ചിയോട് ബാലുവണ്ണനെ ICU വെച്ചും പറഞ്ഞിട്ടായിരുന്നു അപ്പൊ ഓടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓടിച്ചത് ബാലുവണ്ണൻ പറഞ്ഞപ്പോ അവനാ ഓടിച്ചത്. എനിക്ക് മനസ്സിലായി ഇത് എന്താ എന്റെ ബാലുവിന്റെ മണ്ടയ്ക്ക് ഇത് വെക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ലക്ഷ്മി ചേച്ചി അന്ന് പറഞ്ഞിരുന്നു. ഇതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായത്. ഇതിനിടയ്ക്ക് അച്ഛൻ അവിടെ ബാലുവണ്ണന്റെ ഫാമിലിയിലെ അച്ഛൻ മാത്രമാണ് ചെന്നുകൊണ്ടിരുന്നു. പക്ഷെ അച്ഛൻ പോലും ചെന്നിട്ട് ലക്ഷ്മിച്ചോട് പറഞ്ഞത്, ലക്ഷ്മിച്ചി ആ സമയത്ത് ആ വീടിന്റെ ഹോളില് ഒരു നമ്മുടെ ഒരു മെഡിക്കൽ ബെഡ് ഇട്ട് അതിലാണ് ലക്ഷ്മിച്ചി കിടത്തിയത്. കാരണം അത്രയ്ക്കും യൂറിൻ ട്യൂബ് മറ്റേ ട്യൂബെല്ലാം ഇട്ടേക്കുക. മനസ്സിലായോ? ഫുള്ള് ട്യൂബിലായിരുന്നു. അത്രയും ഒരവസ്ഥയിലാണ് ലക്ഷ്മിച്ചി ആ സമയത്ത്. അപ്പം ചെന്നിട്ട് പറയും, മോളെ
നീ കല്യാണം കഴിക്കണം, അതായത് ആദ്യമായിട്ട് ആക്സ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി 1 മാസം പുള്ളിക്കാരി കിട്ടും ഓർമ്മയൊന്നുമില്ല ലക്ഷ്മി ചേച്ചിക്ക്. അപ്പം നീ കല്യാണം കഴിക്കണം, നീ എന്തിനാ എന്റെ മോനോർക്ക് ജീവിതം കളയുന്നേ, അങ്ങനെ സംസാരിക്കും. മനസ്സിലായോ? അപ്പൊ പുള്ളിക്കാരി ആദ്യം പറഞ്ഞു ഒന്നും വേണ്ടില്ല. 2ാമത്തെ പ്രാവശ്യം അങ്ങനെ പറഞ്ഞാ ഞാൻ ഇവിടുന്ന് എഴുന്നേക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം പിന്നെ അച്ഛനവിടുന്ന് ഒത്തിരി ചീത്ത വാക്കുകൾ യൂസ് ചെയ്യായിരുന്നു. ഇപ്പൊ ലക്ഷ്മി ചേച്ചിയുടെ സൈഡിൽ നോക്കുമ്പോ ലക്ഷ്മി ചേച്ചിക്ക് ഇപ്പൊ അത്രയും നാളെ പാലക്കാട്ടെ ഫാമിലിയൊക്കെ ഭയങ്കര ക്ലോസ് ആയിട്ട്. അപ്പൊ ആ ചേച്ചി അവിടെ ഒരു വർഷം വന്നപ്പോഴത്തേക്ക് ആ ചേച്ചി മുമ്പ് വെച്ച് ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ചു. അല്ലല്ല, ലത എന്നൊരു ചേച്ചി, ലത എന്നൊരാളുടെ പേര് പറഞ്ഞറിയോ? പൂന്തോട്ടത്തില്. അപ്പൊ അവരെ ഇങ്ങനെ എന്താ പറയുക ചീത്ത വിളിച്ചപ്പോഴത്തേക്കും ലക്ഷ്മി ചേച്ചിയുടെ അമ്മ പറഞ്ഞു, അച്ഛനോട്ട് വരാം, സംസാരിക്കാൻ എല്ലാം ഓക്കെയാണ്, പക്ഷെ ഇങ്ങനത്തെ വാക്ക് സംസാരിക്കാൻ അച്ഛനെ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞു. അതാണ് അച്ഛനെ ഇറക്കി വിട്ടെന്നൊക്കെ പറയുന്നത്. അച്ഛന്റെ ഒരു ഇതില് ഇന്റർവ്യൂല് പറയുന്നുണ്ടല്ലോ, ഞാൻ അവരായിട്ട് മരണശേഷം കോണ്ടാക്ട് ഒന്നും ചെയ്യാറില്ല എന്നുള്ളത്. അല്ല, വന്നിട്ടുണ്ട്. ഈ ഞാൻ പറയേ, അതായത് ഒരു 1-2 മീൻസ് കുറെ പ്രാവശ്യം വീട്ടിലും വന്നിട്ടുണ്ട്. മനസ്സിലായി? ബാലുവിന്റെ ഇപ്പൊ ലക്ഷ്മി ചേച്ചി ആദ്യം ഇവര് പണിത വീട്ടിലായിരുന്നു നിന്നിരുന്നത്. മനസ്സിലായി? അത് അച്ഛന്റെയും അമ്മാവിന്റെയും നിർബന്ധമായിരുന്നു അവിടെ നിന്നാ മതിയെന്നോ. അത് പിന്നെ കുറെ നാളായപ്പോ പുള്ളിക്കാരിക്ക് ഒറ്റയ്ക്ക് അവിടെ പറ്റാതായപ്പോഴാണ് അമ്മയുടെ അച്ഛന്റെ അടുത്തോട്ട് പോകുന്നത്. മനസ്സിലായോ? അപ്പം ഇത് കഴിഞ്ഞിട്ടും എന്നോട് അതായത് ലക്ഷ്മി ചേച്ചി ആ സമയത്ത് നിൽക്കുമ്പോൾ പിന്നെ ഇവരെല്ലാ ഇതിലും ലക്ഷ്മി ചേച്ചിയുടെ പേരെടുത്തിട്ടപ്പോഴത്തേക്കാണ് ലക്ഷ്മി ചേച്ചിയില്ല ഇവരൊന്നും അങ്ങനെ ചെയ്യില്ല. മനസ്സിലായോ? ലക്ഷ്മി ചേച്ചിക്ക് അറിയാലോ എന്താ സംഭവിച്ചത്. ആക്സിഡന്റില് ആക്ച്വലി ഇങ്ങനെയാണ് ആക്സിഡന്റ് നടന്നേക്കുന്നത്. അതില് അവിടെ ആ റോഡിൽ ആരാണ്ടൊക്കെ ഉണ്ട് എന്തൊക്കെയാന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മി ചേച്ചിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, അങ്ങനെ വല്ലതാണോ സംഭവിച്ചത്. മനസ്സിലായോ? എന്നെ വിളിച്ച് രാത്രി കണ്ടിട്ട് എന്റെ ബാലുവിനെ ആരെങ്കിലും കൊന്നാണോ, അത് എന്തായാലും എന്റെ ബാലുവിന് എന്റെ കുഞ്ഞിനെ ഇങ്ങനെ ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് ഈ റൂമിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ലാത്ത കരച്ചിലും ബഹളമായിരിക്കും കേട്ടോ. എപ്പോഴും എന്നെ വിളിക്കുമ്പോ എടി അങ്ങനാണെങ്കിൽ ഞാൻ എവിടെ പോയാലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യുമെന്നൊക്കെ എന്നോട് പലവട്ടം സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ലക്ഷ്മി ചേച്ചി കരാനുള്ള കഥകൾ തന്നെ മാറ്റി പല രീതിയിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് മനസ്സിലായി ഇതിനകത്ത് ഭയങ്കര ഓൾട്രേഷൻ നടക്കുന്നുണ്ട്. പുള്ളിക്കാരി ലക്ഷ്മി കൊടുത്ത മൊഴി എന്താണ്? ചേച്ചി കൊടുത്ത മൊഴി എന്ന് വെച്ചാൽ ചേച്ചി ഇങ്ങനെ അവരിങ്ങനെ വരുന്ന മീൻസ് ആക്ച്വലി ഈ അർജുൻ എന്ന് പറഞ്ഞ പയ്യൻ അവിടെ ആ വീട്ടില് അവൻ നാളെ പോകാം, അത് ലക്ഷ്മി ചേച്ചി നാളെ പോകാൻ പല്ലുവേദനയായിട്ട് മരുന്ന് കഴിച്ചിട്ട് കിടക്കുമായിരുന്നു. രാത്രി ഒരു ലേറ്റ് ആയാലും അവിടെ നിന്ന് ഇറങ്ങാം. 11 മണിയൊക്കെ ആയിരുന്നു ലക്ഷ്മി അവിടെ നിന്ന് ഇറങ്ങാൻ, തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങാൻ നേരം ലക്ഷ്മി ചേച്ചിക്കും ഫിസിക്കലി വയ്യാതിരിക്കുക ടൈമില് ഈ ഡ്രൈവർ എന്ന് പറഞ്ഞ പയ്യനും വയ്യാതിരിക്കുക. മനസ്സിലായി? അവന് പല്ലുവേദനയായിട്ട് അവൻ മെഡിസിൻ കഴിച്ചിട്ട് അവിടെ കിടന്നതാണ്. ബാലുവണ്ണാണ് തട്ടി വിളിക്കുന്നത്, എടാ പോവാം എന്ന് പറഞ്ഞ് വിളിക്കുന്ന ബാലുവണ്ണ. അപ്പം അപ്പൊ അവൻ നിക്കാന്ന് പറഞ്ഞിട്ടും ലക്ഷ്മി ചേച്ചിക്ക് ഞാൻ ഒരു കണക്ക് പറഞ്ഞാല് അവൻ നിക്കാന്ന് ബാലുവാണ് നിർബന്ധിച്ച്, ബാലുവിന്റെ ഇച്ചിരി നിർബന്ധം കൂടുതലാണ്. അപ്പൊ നിർബന്ധിച്ച് നമുക്ക് ഇപ്പൊ തന്നെ പോകണമെന്ന് പറഞ്ഞ് ബാലുവണ്ണ നമുക്ക് പോവാം ഒരു ദിവസം വെറുതെ പോകും. ഇത് ചെയ്യുന്ന ഒരു ദിവസം വെറുതെ ഒരു പകല് പോകുന്ന ഞങ്ങൾ പലവട്ടം ഞങ്ങൾ കൊച്ചിയിലൊക്കെ ഞങ്ങൾ ഒന്നിച്ചുള്ള സമയത്തും ബാലുവണ്ണ പറയണേ നമുക്ക് ഇപ്പൊ അങ്ങ് പോയാൽ 3 മണിയൊക്കെ ആകുമ്പോ അങ്ങ് എത്താം വെറുതെ, എന്നിട്ട് ഒരു 5 മണിക്ക് ഉറങ്ങിക്കുമ്പോ നമ്മള് ഫ്രഷ് ആവും. അല്ലെങ്കിൽ നമ്മൾ നാളെ രാവിലെ ഇവിടുന്ന് എന്തായാലും നമ്മൾ എഴുന്നേക്കുമ്പോൾ 9 മണിയായിട്ട് ഇറങ്ങത്തുള്ളൂ. 9 മണിക്ക് ഇവിടുന്ന് ഇറങ്ങിയാൽ ഉച്ച കഴിയും നമ്മുടെ ഒരു ഡേ ഫുള്ള് പോകും. അങ്ങനെയൊക്കെ പറയുന്ന ആളാ ബാലുവണ്ണൻ. മനസ്സിലായി? അങ്ങനെയൊക്കെ കണക്കൂട്ടി പുള്ളിക്ക് നൈറ്റ് ട്രാവൽ ഭയങ്കര ഇഷ്ടമാണ്. മംഗലാപുരത്തുനിന്ന് ട്രിവാൻഡ്രം വരെ 7 മണിക്കൂറിലോ 8 മണിക്കൂറിലോ എത്തിയിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഇവര് പറഞ്ഞിട്ടാണ്, അത് ബാലഭാസ്കർ പറഞ്ഞിട്ടാണ് അന്ന് ഇറങ്ങിയത് രാത്രിയിലെ? അന്ന് ഇറങ്ങിയത് രാത്രിയില് ആണ്. അങ്ങനെയാണ് ലക്ഷ്മി ചേച്ചിയോട് മീൻസ് ലക്ഷ്മി ചേച്ചിക്ക് ഉറപ്പാണ് ഈ പറയുന്ന കാര്യങ്ങള്. പുള്ളിക്കാരി വെറുതെ കള്ളം പറയത്തില്ല കേട്ടോ. അതുകൂടെ ഞാൻ പറയാം, പുള്ളിക്കാരി വെറുതെ കള്ളം പറയത്തില്ല, മിണ്ടാതിരിക്കും പക്ഷെ കള്ളം പറയില്ല. അത് എനിക്ക് ലക്ഷ്മി ചേച്ചി കണ്ടിട്ടുള്ളൊരു ഉറപ്പാണ് കേട്ടോ. അങ്ങനെയാണ് വന്നത്. പിന്നീട് ഈ മീൻസ് ആക്ച്വലി ലക്ഷ്മി ചേച്ചിയുടെ കൂടെ എന്തെങ്കിലും സഹായത്തിനൊക്കെ നിന്ന് പ്രകാശ് തമ്പി എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങിച്ചോണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അത് അപ്പോഴല്ല, ബാലുവിനുള്ള സമയത്തും ബാലുവിന്റെ അച്ഛന്റെ അമ്മയുടെ വീട്ടിലും എന്ത് കാര്യമുണ്ടെങ്കിലും പ്രകാശ് തമ്പിയാ പോയി ചെയ്തു കൊടുക്കുന്നത്. മനസ്സിലായി? എനിക്ക് അച്ഛൻ പാരലൈസ്ഡ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയ സമയം അച്ഛനെ കാണാൻ വേണ്ടി അവിടെ പോയി കുറെ സമയം ഇങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് ബാലുവിന്റെ അമ്മ വന്നിട്ട് പറഞ്ഞു, ബാലു എന്തോരം പാത്രം അവിടെ ഇരിക്കുന്നേ ബാലു, ഇത് ഫുള്ള് ആ തമ്പിയുടെ വീട്ടിലെ, കാരണം അവർ ആഹാരം കൊടുക്കുന്നത് ബാലു തമ്പിയുടെ വീട്ടിൽ നിന്നാണ് കൊണ്ട് കൊടുക്കുന്നേ, നീ പാത്രം ഒന്ന് തിരിച്ചേൽപ്പിക്കാം അവിടെ എന്ന് പറയുന്നുണ്ട്. കാരണം അത്രയ്ക്കും തമ്പിയുടെ ഫാമിലി, തമ്പി എന്ന് പറഞ്ഞ പയ്യൻ അവർക്ക് വേണ്ടി അത്ര എല്ലാം ചെയ്യുമായിരുന്നു.
മനസ്സിലായി, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അപ്പം ഇത് കഴിഞ്ഞിട്ടും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചേച്ചിക്ക് മെഡിസിൻ ഭയങ്കര തമ്പിയെ വാങ്ങിച്ചിട്ട് കൊടുക്കുന്നേ, അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്നേ. അത് കഴിഞ്ഞ ഒരു സുപ്രഭാതത്തിലാണ് ഈ കേസ് വരുന്നേ, മനസ്സിലായോ? അപ്പം ലക്ഷ്മിച്ചോട് ഞാൻ വിളിച്ചു, തമ്പി ബാംഗ്ലൂർ പോയെന്ന് പറയുന്നു. ഞാൻ ഇങ്ങനെ ഇച്ചിരി അറിഞ്ഞ സമയത്ത്, മനസ്സിലായോ? ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്ത് നിന്ന് ലക്ഷ്മി ചേച്ചിയെ കണ്ടിട്ട് തിരിച്ച് ട്രെയിനിലിരിക്കുമ്പോഴാണ് ഈ കേസ് എനിക്ക് ഒരാളടുത്ത് അയച്ചു തരുന്നേ, ചെന്നൈക്ക് പോകാൻ വേണ്ടി. അപ്പൊ ഞാൻ ലക്ഷ്മിച്ച് വിളിച്ചു, ലക്ഷ്മിച്ച് മെസ്സേജ്, ലക്ഷ്മിച്ച് വോയിസ് അയച്ചു, ലക്ഷ്മിച്ച് തമ്പി എവിടെ, തമ്പി എന്തോ ആവശ്യമായിട്ട് ബാംഗ്ലൂർ പോയിക്കോന്ന് പറഞ്ഞു. അപ്പം ഉടനെ ഞാൻ പറഞ്ഞാണോ അതിന്റെ എന്തൊരു ഓഫീസിലാണ്, വർക്കിംഗ് ആണ് ആ സമയത്ത് കേട്ടോ, എന്തോ ഓഫീസിലാണെന്ന് തോന്നിട്ടെന്ന് പറഞ്ഞു. ഞാൻ എന്തോ റെഡി അല്ല, ഞാൻ എനിക്ക് തമ്പിയുടെ കാര്യം ചോദിക്കാൻ ഞാൻ അങ്ങ് വെച്ചു. അപ്പൊ പിന്നെ ആകപ്പാടെ അവിടെ ആകപ്പാടെ എന്താ പറഞ്ഞ ആകപ്പാടെ ടെൻഷനും പ്രശ്നങ്ങളുമായി അങ്ങനെയൊക്കെയാണ്. അപ്പം പിന്നെ വേറെ ആരോ അവിടെ വേറെ എന്തോ ഒരു വഴി കൂടെ അവിടെ ന്യൂസ് എത്തി, മനസ്സിലായി ഇങ്ങനെ പ്രശ്നം ഉണ്ടാന്നുള്ളത്. ലക്ഷ്മിയുടെ അടുത്ത് എത്തി. പിന്നെ അങ്ങനെ പുള്ളിക്കാരി ഇവിടെ ഒക്കെ വിട്ടിട്ട് അങ്ങനെ പുള്ളിക്കാരി ആരും സഹായിക്കാനില്ല അവിടെ നിൽക്കുന്ന സമയത്ത്, മനസ്സിലായോ? അങ്ങനെ പുള്ളിക്കാരിയുടെ അമ്മയുടെ അച്ഛന്റെ കൂടെ അങ്ങ് പോകുന്നത്, അവരുടെ വീട് പോയി താമസമാക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ടും ഇത് എന്തുവാ സംഭവം എന്നുള്ള പുള്ളിക്കാരിക്ക് ഒരു ക്ലിയർ പിക്ചർ ഒന്നും ലക്ഷ്മിക്ക് ആവപ്പാടെ കുറെ ദിവസത്തേക്ക് ഭയങ്കര പേടിച്ചൊക്കെയാണ് നിന്നത്, മനസ്സിലായോ? അപ്പം അന്നൊരു പോസ്റ്റ് ഇട്ട് ഓർമ്മയുണ്ടോ, മറ്റേ ബാലഭാസ്കർ സ്വർണ്ണക്കളക്കടത്ത്, അങ്ങനെ ഒരു സംഭവം പുള്ളിക്കാരി ആ പേജിൽ ഇട്ടു. ആക്ച്വലി നമ്മളെല്ലാരും അറിഞ്ഞ സമയത്ത് ഞങ്ങളെല്ലാം ഭയങ്കര ഇതായി, ഇതെന്താ സംഭവം, ഇതെങ്ങനെ, മനസ്സിലായി? ആകപ്പാടെ തമ്പിയും വിഷ്ണു എന്ന് പറഞ്ഞ ആൾ പോലും നമുക്ക് അത്രയും വീട്ടിൽ വരികയും എന്നാലും അറിയാം ഞങ്ങൾക്ക്. പക്ഷെ തമ്പി ഭയങ്കര ക്ലോസ് ആയിട്ട് ഒന്നാളെ, തമ്പി ഇങ്ങനെ ഒരു കേസിൽ വന്നു പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാം ഭയങ്കര ഇതായി, മനസ്സിലായി? അതിനുശേഷം അവര് പിടിച്ചായിരുന്നു കള്ളക്കടത്ത് കേസിലല്ലേ അവനെ അല്ല പിടിച്ചതല്ല, വേറെ ആരെയോ പിടിച്ചത്, അവര് മൊഴി കൊടുത്തു, ഇവര് ഇൻക്ലൂഡഡ് ആണോ. അങ്ങനെയാണ് വന്നത്. അപ്പം ആ സമയത്താണ് നമ്മള് എന്താ പറയണേ, ലക്ഷ്മി ചേച്ചി ആദ്യമായിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നത്. അതായത് ഇങ്ങനെ, അപ്പൊ ആക്ച്വലി തമ്പി ബാലുവണ്ണന്റെ മാനേജർ അല്ല, ബാലുവണ്ണന്റെ മാനേജർ ഹരീഷ് എന്നൊരു പയ്യനാ, മനസ്സിലായി? അവനാണ് ബാലുവണ്ണന്റെ മാനേജർ. അപ്പം ഈ തമ്പി ചെയ്യുന്ന ഇപ്പൊ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും പ്ലാനുടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ ബാലുവണ്ണ ഇതിൽ ഹെൽപ്പ് വേണം ചെയ്യും. പിന്നെ ഇപ്പൊ ബാലുവണ്ണ സ്റ്റേജിലോട്ടൊക്കെ പോകുമ്പോൾ ആരും ഇടിക്കാതിരിക്കാൻ വേണ്ടി സൈഡിൽ കൂടെ ചില സമയത്തൊക്കെ പുള്ളിക്കാരൻ കവർ ചെയ്ത് കൊണ്ടുപോകാറുണ്ട് പല ഇവിടെ അടുത്തൊക്കെ ഉള്ള പ്രോഗ്രാംസിന്. അതാണ് എന്റെ അറിവിൽ തമ്പി ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ വിഷ്ണു എന്ന് പറഞ്ഞാൽ വിഷ്ണുവിന് ഈ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സംഭവങ്ങളും ഭയങ്കര ഇച്ചിരി അറിവ് കൂടിയ ഒരു പയ്യനാണ് വിഷ്ണു ഒരു അഡ്വക്കേറ്റാ. അപ്പൊ വിഷ്ണു പണ്ട് തൊട്ട് ബാലുവണ്ണ ഇങ്ങനെ അങ്ങനെ ചെയ്ത ബാലു അങ്ങനെ ഒന്നിച്ച് പഠിച്ചോ അല്ലെ എങ്ങനെ ഉണ്ട് ബാലുവണ്ണന്റെ ജൂനിയറോ ഒരു സ്കൂളിലോ അങ്ങനെയാണ്ടാണ് വിഷ്ണുവായിട്ടുള്ള പരിചയം. അപ്പം പിന്നെ അങ്ങനെ പുള്ളിക്കാരൻ ഇങ്ങനെ ചെയ്ത മറ്റേ ടാക്സിന്റെ ഇഷ്യൂ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു, മനസ്സിലായി? അപ്പൊ ബാലുവണ്ണിന് വേണ്ടി CAയോട് പോയി സംസാരിക്കുന്ന എപ്പോഴും വിഷ്ണു ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്, മനസ്സിലായി? അങ്ങനത്തെ കാര്യങ്ങളിൽ ഡീൽ ചെയ്തുകൊണ്ടുള്ള വിഷ്ണുവാണ്. പക്ഷെ അതൊരു ഒഫീഷ്യൽ ഇതായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല, മനസ്സിലായി? അപ്പം അതുകൊണ്ടാണ് അന്നൊരു പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്കും നമുക്ക് ഇത് എന്ത് ചെയ്യണം എന്നല്ല, ബാലുവണ്ണിന്റെ പിന്നെ ഇത് വെച്ചിട്ട് ഞങ്ങളെല്ലാം ടെൻഷൻ ആയപ്പോഴാണ്. അപ്പം അന്ന് ബാലുവണ്ണിന്റെ ഫ്രണ്ടാണ് ജോയി തമലം എന്നൊരു പിന്നെ ഒരു ജേർണലിസ്റ്റ് ഉണ്ട്, ഒരു മാറ്റർ ഉണ്ടാക്കി ലക്ഷ്മി ചേച്ചിയുടെ ഇതിൽ പോസ്റ്റ് ചെയ്യിക്കുന്നത്, മനസ്സിലായി? പോസ്റ്റ് ചെയ്യിച്ചതും അത് എടുത്താണ് ഇവർ തുടങ്ങിയത്. അതാണ് ലക്ഷ്മി ചേച്ചിയുടെ കോൺഫിഡൻസ് ഏറ്റവും കുറച്ച് പോയത്. കാരണം ലക്ഷ്മി ചേച്ചി ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് ബഹളം വെച്ചത് അതാ, മനസ്സിലായി? ഇപ്പോഴും പേടിയാണല്ലേ? ഇപ്പോഴും ഒരു പേടി ഉണ്ടല്ലേ പബ്ലിക്കിനെ ഫേസ് ചെയ്യാനും? പബ്ലിക്കിനെ ഫേസ് എല്ലാരും എന്നെ പറ്റി അങ്ങനെയൊക്കെയല്ലേ വിചാരിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം റെഡി ഞാൻ ഒരു ദിവസം ഇവിടുന്ന് പിന്നെ പ്രസാദിന് അവധിയുള്ള ദിവസം മറ്റേ വീട്ടിലോട്ട്, അതായത് ബാലുവണ്ണൻ പണിത വീട്ടിലോട്ടൊന്ന് പോയി അവിടെ നിന്ന് ക്ലീൻ ചെയ്യിക്കാൻ ആളോട് പറഞ്ഞിട്ടുണ്ട് വരാന്. അങ്ങനെ പോയതാ. നിനക്കറിയാവോ ഇപ്പൊ എന്റെ അടുത്ത് താമസിക്കുന്ന ആൾക്കാർ പോലും എന്നെ കാണുമ്പോ ഒരു പുച്ഛം പോലെയാണ്, മനസ്സിലായി? അത് എന്തായാലും അതൊരു ചിലപ്പം അത് ഉള്ളതോ ലക്ഷ്മിച്ചിക്ക് ഫീൽ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, മനസ്സിലായോ? പിന്നെ ഇപ്പൊ ഇവിടെ ഭർത്താവ് ഇങ്ങനെയല്ലേ പൈസ ഉണ്ടാക്കിയത്, ഇവിടെ മറ്റേ അങ്ങനല്ലേ എന്നൊക്കെ ഉള്ള രീതിയിലാണ് ആൾക്കാർ ഇത് ചെയ്യുന്നത്, മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് പിന്നെ എനിക്കങ്ങ് അതുകൂടെ കഴിഞ്ഞപ്പോ എനിക്ക് അങ്ങോട്ട് അവിടെ എന്തൊക്കെയോ കേടായി കിടപ്പുണ്ട്. പക്ഷെ ഞാൻ പിന്നെ പോയതേ ഇല്ലടി. എനിക്ക് ഇന്നലെ മെസ്സേജ് അയച്ചതായത് ഞാൻ പോയതില്ലടി, വേണ്ട എനിക്ക് വേണ്ട, എല്ലാം പൊക്കോട്ടെ. എന്നുവെച്ചാൽ ബെൻസ് ഒരു കാർ അവിടെ കിടക്കുവാണ്, തൊട്ടിട്ടില്ല 5 വർഷമായിട്ട്, മനസ്സിലായി? 5 വർഷം ഇവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ ബെൻസ് കാറൊക്കെ അത് ബെൻസ് കാറ് കൊടുക്കാൻ ഓൾറെഡി വില പറഞ്ഞു വെച്ചിരുന്ന സാധനമാണ്, മനസ്സിലായി? ഈ ആക്സിഡന്റ് അതുകൊണ്ടാണ് അത് സർവീസിന് കൊടുക്കാൻ വേണ്ടി അന്ന് അത് കൊണ്ടുപോകാത്ത ഇന്നോവയിൽ പോയത്. ബാലുവിന് ഓൾറെഡി ഒരു BMW ബുക്ക് ചെയ്തായിരുന്നു. അപ്പൊ ഇതിങ്ങനെ കൊടുക്കാൻ വേണ്ടിയൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന സംഭവം, മനസ്സിലായി? അപ്പം കൊടുക്കാനെല്ലാം പ്ലാൻ ചെയ്ത സമയത്താണ് ഈ എത്ര 23 ലക്ഷം രൂപ വില പറഞ്ഞു വെച്ചെന്ന എന്റെ ഒരു അറിവ്. അപ്പോഴാണ് ഈ ആക്സിഡന്റ് നടക്കുന്നത്.
അതുകൊണ്ടാണ് പിന്നെ കാർ അപ്പം ഓൾറെഡി കൊടുക്കാൻ സാധനം ഇത് കൊടുക്കണോ വേണ്ട നിങ്ങളുടെ അച്ഛനോട് ആരും അഭിപ്രായം ചോദിച്ചു. അപ്പൊ എന്റെ മോൻ മരിച്ചപ്പോഴത്തേക്ക് കാർ കൊടുക്കാൻ പോയി പുള്ളി ബഹളം വെച്ചു. മനസ്സിലായി? ഓൾറെഡി അതിന് വില പറഞ്ഞു വെച്ചിരുന്ന സാധനമാണ്. മനസ്സിലായി. അപ്പം ലക്ഷ്മി ചേച്ചിക്ക് പിന്നാണ് ലക്ഷ്മി ചേച്ചി നിർബന്ധം പിടിച്ച് ലക്ഷ്മി ചേച്ചി ആ വീട്ടിലോട്ട് തിരിച്ചു പോകത്തില്ല എന്നാ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തും. എല്ലാരും പ്രാന്ത് പറഞ്ഞ ലക്ഷ്മി എന്റെ അറിവിൽ ഇത് ഭയങ്കര പ്രൈവറ്റ് ആയിരുന്നു. ലക്ഷ്മി ചേച്ചിയുടെ ബ്രദർ സൈക്യാട്രിസ്റ്റിനെ കണ്ട് മെഡിസിൻ വരെ എടുത്തിട്ടുണ്ട്. അത്രയ്ക്കും ഭയങ്കരമായിട്ട് അങ്ങ് പുള്ളി ഒരു കോളേജ് പ്രൊഫസറാണേ. ആ മനുഷ്യൻ ഒരു കോളേജ് പ്രൊഫസറാണ്. പക്ഷെ പുള്ളിക്ക് പോലും ആ ഒരു എല്ലാരും അങ്ങ് ഭയങ്കര നമ്മുടെ ഒരു പോയിന്റ് ഒരു സെന്റർ പോയിന്റ് ആയിരുന്നു ഈ ബാലുവണ്ണൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു മീൻസ് എന്ത് പ്രശ്നമുള്ളത് എന്ത് കാര്യമാണ് ബാലുവണ്ണൻ ഒരു സൊല്യൂഷൻ കാണും. അങ്ങനെ നമുക്ക് എല്ലാവരും അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഡിപ്രസ്ഡ് ആയിപ്പോയി. അത് പിന്നെ ഈ ലക്ഷ്മി അതുകൊണ്ട് ആ ബാലുവിന്റെ സിസ്റ്റർ ബ്രദർ എന്ന് ചോദിച്ചു, അച്ഛനോട് എങ്ങോട്ട് ചോദിച്ചു, അച്ഛൻ നമുക്കൊരു ഈ വീട് അങ്ങ് വിറ്റാലോ എന്ന് ചോദിച്ചു. ഓൾറെഡി ബാലുവണ്ണന് വേറൊരു വീട് വെക്കാൻ ഉദ്ദേശിച്ചില്ല. കാരണം ഈ വീട്ടിൽ ഭയങ്കര ഈർപ്പമായിട്ട് പുള്ളിക്കാരൻ സ്റ്റുഡിയോ പണിതിട്ട് ഇപ്പൊ ആ സ്റ്റുഡിയോ 50 ലക്ഷത്തിന് മേലുള്ള എക്യുപ്മെന്റ്സ് എല്ലാം പോയി കിടക്കുക. കാരണം ഈർപ്പം ഉള്ളത് കൊണ്ട്, കാരണം ആരും നോക്കുന്നില്ലല്ലോ. അപ്പോഴത്തേക്ക് അയ്യോ എന്റെ മോൻ മരിച്ചപ്പോഴത്തേക്ക് വീട് വിൽക്കാൻ പോകുന്നു. പുള്ളി അവർക്ക് ഇതൊക്കെ ഒരു ഗൂഢാലോചനയായിട്ടാ ഫീൽ ചെയ്യുന്നത്. അതായത് മരണത്തിന് ശേഷം ലക്ഷ്മി എന്ത് ചെയ്താലും അത് ഇവര് നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. നെഗറ്റീവായിട്ട് എടുത്തോണ്ട് ലക്ഷ്മിക്ക് ഭയങ്കര പേടിയാ. അപ്പൊ ശരിക്കും ഈ അഡ്വക്കേറ്റ് പറഞ്ഞത് ശരിക്കും കളവാണ് അല്ലെ? ഇങ്ങനെ ഒരു മൊഴി കൊടുത്തിട്ടില്ല. ലക്ഷ്മി അങ്ങനെ മൊഴി കൊടുത്തിട്ടില്ല. ഓക്കെ അതിലൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയായിരുന്നു ഞാൻ വിളിച്ചത്. ലക്ഷ്മി അങ്ങനെ മൊഴി കൊടുത്തിട്ടില്ല.